ഹായ് ഗായ്സ്, ഡെയിലി വ്ലോഗിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ടോപ്പ് 10 ഡെയിലി യൂട്യൂബ് ചാനലിലേക്കാണ് എല്ലാവർക്കും സ്വാഗതം. വളരെ ഗുരുതരമായ ഒരു ഇഷ്യൂ ആണ് പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലും അവരുടെ കുടുംബ പ്രശ്നവുമായ ചില പ്രശ്നങ്ങളും അതിഗുരുതരമായ വയലൻസും ഉണ്ടായ ഒരു പ്രശ്നമാണ്. അവരുടെ മൂത്ത മകനായ പ്രവീണും മൃദുലയുമായി അവരാണ് ഇതിലെ ഇരകളായി മാറിയത്. ഒരു കുടുംബത്തിൽ, അതായത് ഒരു കുടുംബ വിഷയമായതുകൊണ്ട്, ഒരു കുടുംബത്തിൽ 2 മക്കളോ അല്ല 3 മക്കളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു മക്കളെ അകറ്റി നിർത്തിയും മറ്റൊരു മകനെ ചേർത്ത് നിർത്തിയും ഒക്കെ ഉണ്ടാകുന്ന ഈ സ്നേഹം കൊടുക്കൽ വാങ്ങലൊക്കെ ഒരുപാട് കുടുംബങ്ങളിൽ ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ, റിയാലിറ്റി നമ്മളിപ്പോ വീഡിയോയുടെയും മുമ്പിലും ക്യാമറക്ക് പിറകിലും ജീവിച്ചിരിക്കുന്നവർ തന്നെയാണ്. സോഷ്യൽ മീഡിയ ഇഷ്യൂ കൊണ്ടൊന്നുമല്ല ഈ ഒരു ആരോപണങ്ങൾ, ഈ ഒരു അലിഗേഷൻസ് നമ്മൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മനുഷ്യത്വം, ഹ്യൂമൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ അതിന്റെ മോഡുലേഷൻസിന്റെ ഒരു കുഴപ്പം തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ ഹ്യൂമന്റെ ശരീരഘടനകൾ, അവർക്ക് പണവും ഒരു വില്ലനാകാം, അഥവാ പണവും ഒരു ആവശ്യവുമാകാം. പണമായ വില്ലനായിരിക്കാം ഇത്, അല്ലെങ്കിൽ പണമല്ലാത്ത ആവശ്യകതകളാവാം. ഞാനിപ്പോ പറയുന്നത്, ഒരു സമയത്ത് നമുക്ക് ഒരാളെ എപ്പോഴും ആവശ്യം വേണ്ടി വരും. ചില സമയങ്ങളിൽ അവർ നമുക്കൊരു ഉപദ്രവമാവുമെന്നെങ്കിൽ അവരെ ഉപേക്ഷിച്ച് തള്ളിക്കളയുക എന്ന ഈ ഒരു പരാമർശം തന്നെയാണ്. ഒരു ഭാര്യയായാലും മകനായാലും അവർക്ക് എന്തൊക്കെയോ ഉണ്ടെങ്കിലും അവരെ മുഴുവനും ഉപേക്ഷിച്ച് കളഞ്ഞ് അവരുടെ എല്ലാം നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നൊരു പോരായ്മയുള്ള വിജയം, അത് ഏത് കുടുംബത്തിലില്ലാത്തത്? സീരിയൽ പരമ്പരകൾ കണ്ട്, സീരിയലിന്റെയൊക്കെ ഒരു കണ്ടന്റ് തന്നെ ഇത്തരത്തിലുള്ളതാണ്. പക്ഷെ അത് രസകരമായ രീതിയിൽ നമുക്ക് അനുഭവപ്പെടുന്നു. പക്ഷെ അങ്ങനൊരു മെസ്സേജ് മനുഷ്യരുടെ ഇടയിലേക്ക് കയറുമ്പോൾ, അതിലൂടെ റിയാലിറ്റിയിൽ വരുമ്പോൾ, ഇപ്പൊ വ്ളോഗേഴ്സായ 2 പേരുടെ ഇഷ്യൂ ആണ് ഇതിപ്പോ അലിഗേഷൻസായി പബ്ലിക്കിന്റെ അടുത്തേക്ക് വന്നത്. ഡൊമസ്റ്റിക് വയലൻസിന് പോലും കേസാക്കാൻ അത്രക്കും വളരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് പ്രവീണും മൃദുലയും 2 പേരുടെയും ഈ ഒരു വിഷയത്തിൽ. കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ വിശദീകരണമായി സംസാരിക്കത്തില്ല. ഇവിടെ പ്രവീണിന്റെയും മൃദുലയുടെയും ഭാഗത്ത് തന്നെയാണ് ശരി. ഒരിക്കലും ഇവരുടെ മാതാപിതാക്കളുടെ കൂടെ നമ്മൾ നിൽക്കില്ല. കാരണം ഒരു പ്രേക്ഷകരെന്ന നിലയിൽ ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമോ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതൊരു വ്ളോഗേഴ്സ് ആയതുകൊണ്ടോ ഒന്നുമല്ല, ഈഗോ ക്ലാഷ് എന്ന് തന്നെ നമുക്ക് പറയാം. ഗൈസ്, ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇനിയും വരണം എന്നൊരിക്കലും ആഗ്രഹിച്ചതല്ല. എല്ലാവരും മുമ്പിൽ നമ്മൾ ഒരു ഭയങ്കര തെറ്റുകാരാ, ഫേക്കാണ്. മൃദുല പ്രവീണ ഫേക്കാണ്, അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ ഒരു അമ്മയും അച്ഛനുമാണ് അപ്പുറത്ത് നിന്ന് കരയുന്നത്. അപ്പം കരയുമ്പോൾ 2 പേര് കരയുമ്പോൾ, അല്ലെങ്കിൽ കൊച്ചും കരയുമ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും അവരുടെ ഭാഗത്ത് നിൽക്കും. അപ്പം അതിൽ പിന്നീട് ശരി തെറ്റ് എന്നൊന്നും ആരും നോക്കത്തില്ല. ഞാൻ അമ്മയെ വെച്ചിട്ട് കരയിച്ചു, അതുകൊണ്ട് ഞാൻ തെറ്റുകാരനായെന്നില്ല. എൻ്റെ ഭാഗം നിങ്ങൾ കേൾക്കണം, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. അത്രയും ഇതായിട്ടുള്ളൊരു ചാനൽ ഇനി ഇങ്ങനെയൊക്കെ ആയി എന്നുള്ള കാര്യത്തിൽ വളരെ സങ്കടമുള്ളൂ. ഒരിക്കലും ഇങ്ങനെ നാവെന്ന് പ്രതീക്ഷിച്ചാലോ കേട്ടോ. മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ കൊച്ചുവിൻ്റെ സൈഡിൽ നിന്നുള്ള റിയാക്ഷനാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ മാറ്ററോട് വിട്ടേനെ. എനിക്കിത് തുറന്നുകൊണ്ട് പോയി താല്പര്യമില്ല. ഞാൻ അതെന്തറിയാം, ആ വീഡിയോയിൽ ഞാൻ അവരാരും കുറ്റപ്പെടുത്തിയിട്ടില്ല. എനിക്ക് അഡ്രസ്സിൽ എന്നുള്ള കാര്യം പറയുന്നു, അത് സത്യമാണ്. അതിലിപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു. ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഏത് അഡ്രസ്സ് വെക്കും എന്ന് എന്നോട് ചോദിച്ച് കരഞ്ഞ ടൈമിൽ ഞാൻ പറഞ്ഞു, ഏട്ടൻ്റെ അഡ്രസ്സ് വേ, അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ആ ഒരു അവസ്ഥ നിങ്ങളോട് പറഞ്ഞതാണ്, അല്ലാതെ കുഞ്ഞിന്റെ അഡ്രസ്സ് അത് തന്നെയാണ് വെച്ചത്. കാരണം ഞാൻ പറയിച്ചു, കാരണം നമുക്ക് ഒരു അഡ്രസ്സ് ഇല്ല.
അതിനെ വെപ്പിച്ചതാണ്. ഇങ്ങനെ ഒരു വീഡിയോ എന്നെ നേരെ വിടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷവും എന്നെ കൊച്ചു 2 ദിവസം കഴിഞ്ഞതിന് ശേഷം എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊച്ചു കരഞ്ഞുകൊണ്ടാണ് എന്നെ കോൾ ചെയ്തത്. കൊച്ചു എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാം റെഡി ആവാം, എല്ലാം ഓക്കെ ആവാം, പിന്നെ തെറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വളരെ രീതിയിൽ സംസാരിച്ചു. ഞാൻ വീട്ടിൽ പോയിരുന്നു, കാരണം എൻ്റെ കുഞ്ഞിൻ്റെ സാധനങ്ങൾ എടുക്കാൻ പോയിരുന്നു. എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇനി അവിടെ പോയേ പറ്റത്തുള്ളൂ, കാരണം എൻ്റെ എല്ലാ സാധനങ്ങളും സർട്ടിഫിക്കറ്റും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും അവിടെയാണ്, മൃദുലയുടേതും അവിടെയാണ്. അങ്ങനെ പോയപ്പോൾ പോലും കൊച്ചു എന്നോട് സംസാരിച്ചായിരുന്നു, കാരണം ഇതൊക്കെ മാറും എന്നൊക്കെ ഞാനും പറഞ്ഞായിരുന്നു, അവനും പറഞ്ഞായിരുന്നു. എന്നിട്ടാണ് ഇന്ന് അവൻ ആ വീഡിയോ ഇട്ടെന്നുള്ളത്. എന്നെ സത്യം പറഞ്ഞാൽ ഞാൻ വിളിച്ചു, നീ എന്നെ ചലിച്ചതാണോ, അല്ലെങ്കിൽ നീ എൻ്റെ അടുത്ത് എന്താണ് നീ ഉദ്ദേശിച്ചത്? നീ അവൻ സ്നേഹത്തിൽ സംസാരിച്ചത് സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ വിശ്വസിച്ചു പോയി. ഞാൻ വിചാരിച്ചതെല്ലാം മാറുമെന്ന്. അപ്പോൾ അവർ അതിനു മുമ്പേ ആ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് അവൻ എൻ്റെ അടുത്ത് ആ സ്നേഹം കാണിച്ചതെന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് അവനോട് സഹിക്കാൻ പറ്റാത്തത്. അതാണ് കഴിച്ച് എനിക്ക് പെയിൻ ആയത്. ഞാൻ അപ്പോഴും വീഡിയോ ഇട്ടേണ്ടല്ല, ഞാൻ ആദ്യം പറഞ്ഞു, എടി അവൻ ഇന്നലെ എന്നെ വിളിച്ചതായി. കൊച്ചുവിൻ്റെ വീഡിയോ ആദ്യം കാണാം. അവന് ഇവിടെ ഒന്ന് താമസിക്കാം, ഇവിടുന്ന് ആരും നീ ഇറങ്ങി പോടേ എന്ന് ഇവിടെ നിന്ന് ആരും പറയത്തില്ല. ഒരിക്കലും അവര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പറയത്തില്ല ഇവിടെ ഇറങ്ങിപ്പോയി. അവന്മാർക്ക് രണ്ടുപേർക്കുള്ളതായത് താമസിക്കൊണ്ട് യാതൊരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇതില്. ഓക്കെ, എൻ്റെ അഡ്രസ്സും എൻ്റെ വീടും അതാണ്. അവരിപ്പോഴും പറയുന്നത് എന്നെ ആ വീട്ടിൽ നിന്റെ വീട് ഇതാണ്, ഇത് ഇത്രയും വീട് വലിയ വീട് ആർക്ക് വേണ്ടിയിട്ടാണ് കെട്ടിയിട്ടത്, ഇത് നീയും കൂടി ഒന്ന് താമസിക്കാനല്ലേ, നീ വരാൻ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ്. എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എന്തോ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇനി ഇത് നിങ്ങൾ കേൾക്കുക, എൻ്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കിപ്പോടാ എന്ന് പറഞ്ഞ് ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക. കേട്ടിട്ട് വന്നിട്ട് ബാക്കി സംസാരിക്കും. ഞാൻ കഷ്ടപ്പെടുണ്ടാക്കിയതാ, എന്നെ വേണാക്കൂല പോറങ്ങിട്ട് ഇത് മുറിവുണ്ടാക്കിയിട്ട് പറഞ്ഞു പോയിട്ട് നോക്കി ഇങ്ങനെ നോക്കൂല. ഞാനാ ഞാൻ സത്യം അതൊന്നും ചെറിയ കിടക്കൂല. ഞാനാ പറഞ്ഞേ അന്നെടുത്ത് കാല് കുത്തി അന്ന് മലയാളം പഠിച്ചവരെ എന്റെ കുടുംബം പോയി, എന്റെ കുടുംബം ഇല്ലാതായി. ഞാൻ പറയുന്നു, വയലൻസ് നിറഞ്ഞ ജനങ്ങളെ ഇങ്ങനെയുമുണ്ടോ ഒരു ഫാമിലി എന്ന് ചിന്തിക്കാൻ പോലും അത്രക്കും ഹേറ്റേഴ്സ് ഈ ഒരു വിഭാഗക്കാർക്കുണ്ടാവും. യൂട്യൂബിലാകുമ്പോൾ കമന്റ്സ് വഴിയായിരിക്കാം, പബ്ലിക്കിലാകുമ്പോൾ സൊസൈറ്റി ആയിരിക്കാം. പക്ഷെ എല്ലാ ഇമേജിൽ എടുക്കുമ്പോഴും ഇത് നിങ്ങൾക്ക് നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരു 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 അലിഗേഷൻസ് അല്ല. ഇത് നിങ്ങൾക്ക് കേസെടുക്കാം, നിങ്ങൾക്ക് കോടതിപരമായി വരെ നേരിടാവുന്ന ഒരു കേസാണ്. കാരണം ഒരു പ്രസവം എന്ന് പറയുന്നത് ഏതൊരു കുടുംബത്തിന്റെയും അതൊരു സ്വപ്നാസകമായ ഒരു ഡ്രീമാണ്. ആ ഒരു ഡ്രീമിനെയാണ് കത്തിച്ച് നശിപ്പിക്കാൻ. കുടുംബം എന്ന് പറയുന്നത് ഒരു വിവാഹവും അവിടെ ഒരു കുഞ്ഞും ജനിക്കുന്നതോടൊപ്പം അവിടെ ഒരു കുടുംബം എന്ന് പറയും. ഇത് മാത്രമല്ല ഇറങ്ങിപ്പോൻ പറയുന്നു, എന്നെയും കൂടെ ഇറങ്ങിപ്പോൻ പറയുന്നത്. എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നാണമില്ലേ ഇവിടെ ഇരിക്കാണ്, ഇറങ്ങിപ്പൊക്കൂടെ? ഞാൻ കല്യാണം കഴിച്ച് കയറി വന്നൊരു വീടാണ്. നമ്മുടെ സ്വന്തം വീട് നമ്മുടെ വീടല്ല, അറിയാം. ഏതൊരു പെണ്ണിനും നമ്മളെ ജീവിച്ച വീട് നമ്മുടെ സ്വന്തം വീടാന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമ്മൾ ചെന്ന് കയറുന്ന വീടാണ് നമ്മുടെ സ്വന്തം വീടായിക്കൊണ്ട് ജീവിക്കേണ്ടത് ഇനി മരണം വരെ. അങ്ങനൊരു എനിക്ക് വിളക്ക് തന്നെ കയറ്റിയ ആ വീട്ടില് എന്നോട് പറയാണ്, നാണമില്ല ഇവിടെ ഇരിക്കാൻ, നിന്റെ ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല, ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല, ഇത് മുരുകൻ ഉണ്ടാക്കിയിട്ട വീടല്ല, ഞാൻ ഉണ്ടാക്കിയിട്ട വീടാ, നാണമില്ല ഇവിടെ ഇരിക്കാൻ, ഇവിടുന്ന് ഇറങ്ങിപ്പോവും. അച്ഛൻ മാത്രമല്ല ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, അമ്മയും പറയുന്നുണ്ട്. അതിന്റെ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചുതരാം. ഞാൻ പിന്നെ എന്തിനു വിളിക്കണം അവളാ? അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. നിന്റെ പെണ്ണുമ്പള നല്ല പുള്ളിയൊന്നും അല്ല. അവളെ അടിച്ചെന്നാ, അവൻ ചീത്ത വിളിച്ചാണുമായിരിക്കും. അവളെ അടിച്ചെന്ന് ആരടിച്ച്? വേറെ വല്ലവരും ആയിരുന്നെങ്കിലും അവൾക്ക് അടിയും കൊടുത്ത് പറഞ്ഞു വിടണമായിരുന്നു. ആ മാതിരിയുള്ള തോന്നിയ ദിവസം അവളോട് ഇനി മേല അവള് ഈ വീട്ടിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല, നീയും കയറണ്ട, നീ എവിടെയാന്ന് വെച്ചോ താമസിച്ചോ. ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല, നിനക്ക് കൂടപ്പറപ്പും ഇല്ല, ആരുമില്ല. അപ്പൊ എനിക്ക് വീടുണ്ടല്ലേ? അവരാണ് പറയുന്നത് നിനക്ക് അഡ്രസ്സും ഉണ്ട്, നിനക്ക് വീടുമുണ്ട്. എനിക്ക് അഡ്രസ്സും വീടും എല്ലാം ഉണ്ട്. ഞാൻ അവരെന്നെ ഇറക്കിയിട്ടിട്ടില്ല. ഞാൻ അവിടെ ഇഷ്ടപ്രകാരം ഞാൻ അവിടെ ഇറക്കിപ്പോയാണ്. അപ്പം അവർ പറയുന്ന ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ്, ബർത്ത്ഡേയിൽ നമ്മൾ അവരെ വ്ലോഗിൽ വീഡിയോ എടുത്തില്ല, ബർത്ത്ഡേക്ക് വന്ന് പുറത്ത് നിൽക്കുന്നു എന്നുള്ളത്. ആൾറെഡി നമ്മൾ കേക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് അവർ വന്നത്, അതൊന്നാമത്തെ കാര്യം. പിന്നീട് എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പം പറഞ്ഞുതരാം. അതിൻ്റെ ഒരു വോയിസ് ഞാൻ കേൾപ്പിച്ചുതരാം.
ഇനി മേല ഞങ്ങൾക്കുള്ള വീഡിയോ നിൻ്റെ ചാനലിൽ ഇടരുത്. നീ എവിടെയാന്ന് വെച്ചാൽ നിന്നോ. നീ ഞങ്ങളെ ഇനി വിറ്റ് നീ പൈസ ഉണ്ടാക്കരുത്. ഇനി ഞങ്ങൾക്കുള്ള വീഡിയോ നീ ഇടരുത്, നിൻ്റെ ചാനലിൽ ഇടരുത്. ഇഷ്ടമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പം അവർ തന്നെയാണ് പറഞ്ഞത് അവരുടെ വീഡിയോ ഈ ഒരു ചാനലിൽ ഇടരുതെന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ എങ്ങനെയാണ് അവരുടെ വീഡിയോ എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. അവർ തന്നെയാണ് എൻ്റെ പറഞ്ഞത് ഇനി നമ്മളെ വീഡിയോ ഇനി ഇടരുത്. കാറിൽ കയറിയിരുന്ന് എങ്ങോട്ട് പോണം അറിയാത്തൊരവസ്ഥ. പ്രത്യേകിച്ച് ഞാൻ ഇതിനെ ശിഥിലമാക്കുമ്പോൾ ആ ഒരു കുടുംബത്തെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? അതാണ് കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഈ ഒരു കുടുംബപരമായി നടക്കുന്ന എല്ലാ ഇഷ്യൂസും നമ്മൾ കാണാറുണ്ട്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇല്ല, കുടുംബ പ്രശ്നങ്ങളില്ല എന്നൊന്നുമില്ല. ലോകത്ത് എവിടെയുമുണ്ട് ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ചേർത്ത് നിർത്തലുകൾ, ഇല്ലായ്മകൾ, ഒരാളെ അകറ്റി നിർത്തുക ഒക്കെ നമ്മുടെയും എല്ലാ ഫാമിലീസിലും അനുഭവിക്കുന്നതാണ്. ഇതൊന്നും കണ്ട് വളരാനൊന്നും ആരെയും നമ്മൾ പഠിപ്പിക്കേണ്ടതില്ല. ഇതെല്ലാം നമ്മുടെ ചുറ്റുവട്ടത്തെല്ലാം നടക്കുന്നതും ഇതുപോലുള്ള അലിഗേഷൻസ് ആവർത്തന വിരസതയായി മാറുകയും ചെയ്യുന്ന ഒരു സൊസൈറ്റി തന്നെയാണ് നമ്മൾ ഈ സമൂഹത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു മാറ്റം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കാൻ ഇറ്റ്സ് നോട്ട് പബ്ലിക് റെസ്പോൺസിബിലിറ്റി. ഇത് നിങ്ങൾ പേഴ്സണൽ ഇഷ്യൂ ആണ്. നിങ്ങളുടെ റിയാലിറ്റിയിലെ നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള ഇഷ്യൂസ് പബ്ലിക്കിലേക്ക് എത്തുമ്പോൾ അത് റിയാലിറ്റിക്ക് അപ്പുറമുള്ളൊരു ഇമേജായി മാറും. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ മാതാപിതാക്കൾ ഈ കാട്ടിക്കൂട്ടിയ തെണ്ടിത്തരത്തെ ഈ ഒരു നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒരുപാട് അനുഭവങ്ങളില്ല എന്ന് പറഞ്ഞിട്ടില്ല. കാരണം സമൂഹത്ത് ഇത്തരത്തിലുള്ള കാഴ്ചകൾ, മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് നേടുന്ന നേട്ടം അവർക്ക് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും? വീഡിയോ റിയാക്ട് ചെയ്തിട്ടേന്ന് അറിയത്തില്ല. ഒരു അച്ഛനും അമ്മയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന് മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഞാൻ പറയുക കേട്ടോ, മക്കളെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര മക്കളും ആയിക്കോട്ടെ, 2 3 ആയിക്കോട്ടെ, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരേ രീതിയിൽ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക എന്നല്ല, സ്നേഹിക്കുക. 2 മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കുക. ഒരു ഇളയവൻ അല്ലെങ്കിൽ ഇളയ കുട്ടി എന്ന രീതിയിൽ അവനെ ഒരുപാട് ലാളിച്ചു, മൂത്തവൻ അവൻ എന്തും സ്ട്രഗിൾ ചെയ്തോട്ടെ, അവനെന്നും ഒറ്റയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ ഒരിക്കലും ചെയ്യാതിരിക്കുക. അത് ഫേസ് ചെയ്തവർ ഒരുപാട് പേര് കാണും. അതിലൊരു ഇരയാണ് ഞാൻ. അത് ഇന്നും ഇന്നലെ തുടങ്ങുന്നതല്ല, കല്യാണം കഴിക്കുന്നതിന് മുമ്പും ആയിക്കോട്ടെ. കല്യാണം കഴിച്ചതിന് ശേഷം അതിൻ്റെ എക്സ്ട്രീമായി. പക്ഷേ അതെന്താ അങ്ങനെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അത് ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് 2 മക്കളെ ഒരേ രീതിയിൽ കാണാത്തത്. പ്രൊമോഷൻ വീഡിയോ എടുത്തതിൻ്റെ അന്നാണ്, ആ ഡേറ്റ് എന്ന് പറഞ്ഞാൽ മുതലേ ഒക്ടോബർ 27 എൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഡൊമസ്റ്റിക് വയലൻസ്, അതാണ് എൻ്റെ വീട്ടിൽ നിന്ന് സംഭവിച്ചത്. വയലൻസ് ആണ് വളരെ രീതിയിൽ. ഒരിക്കലും ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തുകൂടാത്തതാണ് എൻ്റെ വീട്ടിൽ അന്ന് നടന്നത്. മെയിൻ കണ്ണികളായിട്ടുള്ളത് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അനിയൻ. ഇതെല്ലാം അനുഭവിച്ചത് ഞാനും മൃദുലയും. നീ പറഞ്ഞു, ഈ ഒരു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്ത് നീ പറഞ്ഞു? അച്ഛനും ഇളയ മോനും തന്ന സമ്മാനമോ? 2 പേരോട് പിടിച്ചു വെച്ച് അടിച്ചത് ആണ്. 2 പേരോട് പിടിച്ചു വെച്ച് അടിച്ചതാ. മാലയും പൊട്ടി അവിടെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ? ഞാനായതിനെല്ലാ പ്രശ്നം എൻ്റെ പ്ലാനിങ് ആയിരുന്നു. എനിക്കറിയുമ്പോൾ എന്തൊക്കെ പറഞ്ഞത് കൊച്ചു പിടിച്ച് ചീത്ത വിളിച്ച് നിന്റെ കഥവും ഇവിടെ പിടിച്ചുകൊണ്ട് എന്തൊക്കെ മാറുമെന്നും പറഞ്ഞവരണ്ടായി. ആരൊക്കെ അടിച്ചത്? ലീഗലി പോവാം. ഇങ്ങനെ ഈ ഗർഭിണിയായിരുന്നു പാർക്ക് അടിച്ചത് പറ. വയറൊന്നും പറഞ്ഞ ഒരു മക്കൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഞാൻ പറയുക, കേൾക്കാൻ വേണ്ടി പറയുക, സങ്കടമുണ്ടെന്ന് പറയാം. 2 മക്കളെ ഒരേ രീതി സ്നേഹിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വളർത്താൻ നിൽക്കരുത്. ആദ്യമേ ഒഴിവാക്കിയേക്കണം. സീരിയസ് ആയിട്ട് അത്രയ്ക്ക് വിഷമമെന്ന് പറയുന്നത്. ഇനി വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ
നമ്മളിന്ന് വീഡിയോ എടുത്ത് പ്രൊമോഷൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ ഇതിലേ കൂടെ പോയി ഏട്ടം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് രണ്ടെണ്ണവും കൂടെ ഇറങ്ങി വന്ന് അടിയായി. ഞാൻ ഒറ്റയ്ക്ക് പിടിച്ച് മാറ്റാൻ അമ്മയും ശ്രമിച്ചു. കുറേ ഇടി കിട്ടി ഇവിടെയൊക്കെ. ഞാൻ തറ വീണ് എൻ്റെ പോലെ പറഞ്ഞിട്ട് കുറേ മനസ്സിൽ ഇത്രയായിട്ടുണ്ട് ദേഷ്യം. മുറിവ് പിടിച്ചുകൊണ്ടാണ് ഞാൻ എത്ര ചീത്ത വിളിച്ചത്. ഞാനും എൻ്റെ കുടുംബം കോളത്തോട്ട് കൂടി തറയിലടിച്ച് കത്തി ചെയ്തിട്ട് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി വീടാ, ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇറങ്ങിക്കോളാം. കുഞ്ഞു വയറ്റി കിടന്നു 9 മാസം. ഞാൻ എനിക്ക് തൊന്നിട്ട് ഞാൻ എൻ്റെ വയറ് പുളി വീണെടുക്കുന്ന കണ്ടിട്ട് എനിക്ക് പോലും ചെയ്യാൻ പറ്റും. എന്നെ ഈ കയ്യിൽ ഇവിടെ പിടിച്ചടിച്ചു. വീട്ടിൽ നമുക്ക് പോവായിട്ട് ഇവിടെ കിട്ടുകൊണ്ടിരിക്കും നിൽക്കുന്നത്. എല്ലാത്തിനും കാരണം ഞാൻ. അമ്മയും പറയും 10 മാസം മുന്നേ ഒരു കുഴപ്പമില്ല, ഞാൻ മാറ്റി ഒത്തിയ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്ത ദോഷത്തിന് ഞാൻ വരുന്നുണ്ടോ? അവൻ ചെയ്യുന്നതിനല്ല ഫലം കിട്ടുന്ന എനിക്ക്. അവരെ മോനെ കെയർ ചെയ്യുന്നല്ലാണ്ട് ഇളയ മോനെ കയറി ഒരു ഗ്ലാസ് പാൽ പോലും ഇട്ട് കൊടുത്തിട്ട് ചങ്കി തട്ടി പോലെ ഇവിടെ എല്ലാ കാര്യവും നോക്കുന്നത് ഞാനാ. ഈ വീട്ടിൽ ഇല്ല ഇവിടെ നിൽക്കാറുണ്ട്. ഞാൻ തിരിച്ചെന്ന് പറയാൻ ഇപ്പോഴത്തേക്ക് കൊച്ചു അച്ഛനോട് എന്തൊക്കെയോ എൻ്റെ തൻ്റെ ചീത്ത വിളിച്ചു. എനിക്കറിഞ്ഞൂടെ അവരൊക്കെ എന്നോട് എന്തോ ചെയ്യുന്നു. എനിക്കിവിടെ നിൽക്കുന്നത് എന്നോട് പറഞ്ഞു നാണോ മാനോട്ട് കയറി തറ വയറോടെ ഇരിക്കുന്നുണ്ട്. ഇനി ഒരു 5 ദിവസം പോലും ഇല്ല. എനിക്ക് വയ്യ നിന്നെ ഇവിടെ പഠിക്കുന്നതാണ്. കുറെ കിട്ടിയടി ഞാൻ ഇപ്പോൾ വായി കൊടുത്ത് ചോര വീഴുന്നു. കാണുന്നോളൊന്നും വന്ന് കയറിയിട്ട് എന്നോട്ടാലും ഉണ്ടോ. വിചാരിച്ച് ഞാൻ നിൽക്കുമ്പോഴെങ്കിലും ഒന്ന് അടി നിർത്തുമായിരിക്കും. ഇവിടൊക്കെ ഒരു ചവിട്ട് കിട്ടി കേട്ടോ. കുഞ്ഞിനോട് പോലും ഒരു സ്നേഹമില്ലാഞ്ഞിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പുറത്ത് വന്നിട്ട് അനിയനായി പോയിട്ട് എത്ര അച്ഛനായി പോയിട്ട് ഭാഷയിൽ വന്ന് കുറേ അടി അടിച്ചിട്ട് അച്ഛൻ കൂടെ നിൽക്കുന്നുണ്ട്. കുറേ അടി അടിച്ച് തന്നെ കറങ്ങി തിരിഞ്ഞപ്പോൾ എനിക്ക് ആശുപത്രി പോകട്ടെ. ഞാൻ വീട് കഥയില്ലേ. ഞാൻ വന്നപ്പോൾ ഏട്ടനെ ഒറ്റപ്പെടുത്തി. ഏട്ടൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. ഏട്ടനെ എല്ലാവരോട് ചേർത്ത് ഒറ്റപ്പെടുത്തി. എന്ത് പറഞ്ഞതിന് കാരണം ഞാനുള്ളതുകൊണ്ട് ഞാൻ എന്നാൽ പിന്നെ എന്തിനാ ഇവർ പെണ്ണി കെട്ടിച്ച് എനിക്ക് അറിഞ്ഞൂട. എന്ത് പറഞ്ഞാലും പറയാം ഒറ്റയ്ക്കില്ലേ, നീ ഒറ്റയ്ക്കില്ലല്ലോ. അതുകൊണ്ടിപ്പോൾ എന്താ ഞാൻ എന്തിനും എല്ലാത്തിനും കൂടെ ഏട്ടൻ്റെ കൂടെ ഉള്ളത് അവർക്ക് കുഴപ്പം. ഏട്ടൻ എന്നെ വഴക്ക് പറയാത്തത്, ചീത്ത പിടിക്കുന്നത്, അടിക്കാത്തത് അവരുടെ പ്രശ്നം. ഏട്ടൻ എന്നെ സ്നേഹിക്കുന്നത് അവരുടെ പ്രശ്നം. അവർക്ക് 4 പേര് മതി. അന്ന് തൊട്ട് തുടങ്ങിയത് എവിടെ പോവും കൊണ്ടുപോകും. ഇന്നെന്തോ അച്ചിക്കോലെന്നോ പെണ്ണോലെന്നോ ഒക്കെ വിളിച്ചിരിക്കുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ പെണ്ണിൻ്റെ അടിമ. അവർക്ക് എന്തെങ്കിലും കുക്ക് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ അവർ പെണ്ണിൻ്റെ അടിമ. അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ ആണെന്നുള്ളത് എപ്പോഴും മീശയെ പിരിച്ച് അടിമയാക്കി അച്ഛൻ വഴക്കും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ടോർച്ചർ ചെയ്തുകൊണ്ട് നടക്കുന്നതാണ് അച്ഛൻ്റെ കണ്ണിൻ്റെ ഭർത്താവ്. അവൻ എൻ്റെ ജനറേഷനല്ല, എൻ്റെ അനിയൻ്റെയും കാഴ്ചപ്പാടാണ്. പെണ്ണ് പറയുന്നത് കേൾക്കരുത്. ഞാൻ അവർക്ക് ഫുഡുണ്ടാക്കി കൊടുക്കുന്നേ, ഞാൻ അവിടെ എന്താ ചെയ്ത് കൊടുക്കുകയും അവിടെ സ്നേഹിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടിമ. എനിക്ക് ഡൗട്ട് വരും എന്തുകൊണ്ട് ഞാൻ കൊച്ചു ചാനലിൽ പോയി. അവൻ തന്നെയാണ് മൃഗത്തിലെടുത്ത് പറഞ്ഞത്. ആദ്യമായിട്ടെന്നെ കുറേ ചീത്ത വിളിച്ചു. ഇനി മേലെ അവനെ എന്നെ പിടിക്കരുത്, ഞാനിനി ഒന്നിനുമില്ല, ഞാനിങ്ങനെ ഗർഭിണിയായിട്ടിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിന്നെ അവൻ വലിച്ച് കീറിയനായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ അവനിനി ഒന്നും വിളിക്കുന്നത് അവനാ. ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം യൂട്യൂബിൻ്റെ ലിങ്ക് എല്ലാം മാറ്റി, നിങ്ങൾ തന്നെ കണ്ടത്. പിന്നും എല്ലാം മാറ്റി അവനാ ആദ്യം തുടങ്ങിയത്.
എന്നിട്ട് പറയുന്നത് അവനെ അങ്ങ് നമ്മൾ കളഞ്ഞു എന്നുള്ള രീതിയിൽ. എന്നിന്ന് കിട്ടാവട്ടൊക്കെ കിട്ടിയിട്ട് എൻ്റെ കൂടെ എൻ്റെ അന്യ സംസാരിച്ചു ജോലി ചെയ്തു കൂടെ അവിടെ പോയി വെൽഡിങ്ങിൻ്റെ എന്തിൻ്റെ പണിക്ക് പോയിട്ട് എൻ്റെ അന്യനെ എപ്പിച്ച് കൂടെ നിർത്തിയിട്ട് അവൻ ഇത്രയും പൈസ ആക്കി കൊടുത്ത് വെളി കിടക്കുന്ന വണ്ടി താറ് എല്ലാം അവൻ്റെ പേരിലാണ് വാങ്ങിച്ചത്. കിട്ടുന്ന മാസാമാസം കിട്ടുന്ന പൈസ അവന് തുല്യമായിട്ട് കൊടുത്തിട്ട് എൻ്റെ അനിയൻ എനിക്ക് തന്ന സമ്മാനമാണ്. അനിയനും അച്ഛനും കൂടി എല്ലാവരും കൂടി എനിക്ക് തന്നെ. ഇതിൽ കൂടുതൽ ഗതി കേട്ടവനായിരുന്നു അപ്പ. എന്നിട്ട് ആവശ്യം കഴിഞ്ഞപ്പോൾ ചവച്ച് തുപ്പ ഇറങ്ങിപ്പോവാൻ പറയും. അമ്മയൊക്കെ പറഞ്ഞായിരുന്നു നീ മൂഞ്ചോടെ നിനക്ക് ആരുമില്ല, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയുണ്ട്, ഇവരോടല്ലാതെ ഞാൻ പുറത്ത് പോയിട്ടില്ല, ഇതുവരെ ഇവരുടെ കൂടെ അല്ലാതെ ഞാൻ വീട് വിട്ടവരെ ഇന്നറിയാം അണിയമ്മ കൊണ്ട് പോലും അവനില്ലാതെ ഞാൻ ഒരു പേഴ്സണലായിട്ട് സ്ഥലത്തോട് പോയിട്ടില്ല. എൻ്റെ വീട്ടുകാരെ കണ്ടിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് വന്നാൽ പിന്നെ ദേഷ്യമാണ്. നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനെ വീട്ടിൽ പോയി തിന്നിട്ട് പോലുമില്ല. എന്നാലും ഞാൻ വീട്ടുകാരോട് മിണ്ടുന്നതാണ്. അവരിവിടെ വന്നാൽ ചിലപ്പോൾ മോന്ത കാണിക്കും, ചില ദിവസം അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോട്ടെ മിണ്ടത്തില്ല. എന്ത് ചെയ്തെന്നോട് ഞാൻ വീട്ടിൽ പോലും പോയി അങ്ങനെ നിന്നിട്ടില്ലേ. കുടുംബം എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് അവർ എല്ലാവരെയും കാര്യങ്ങളും നോക്കിക്കൊടുത്തിട്ട് ലാസ്റ്റ് ഇതെല്ലാം ഞാൻ കേൾക്കണം. എനിക്കല്ല എൻ്റെ കുഞ്ഞിന് കുറേ കിട്ടി. എനിക്കിതൊക്കെ അവരിറക്കി വിടട്ടെ, അവർ സെറ്റ് ചേർന്ന് നിന്നെ അടിക്കുന്നത് കാണാൻ എനിക്ക് വയ്യട്ട്. എൻ്റെ ഈ അവസ്ഥയിൽ എനിക്ക് അവരെല്ലാവരെയും കൂടെ പിടിച്ചു പറ്റാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാൻ റൂമിൽ പൂട്ടി, അമ്മ പിടിച്ചോണ്ട് റൂമിലാക്കിയപ്പോൾ ഞാൻ ആ റൂമിൽ പൂട്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നു. എനിക്ക് അടച്ചിട്ട് ഞാൻ ഇട്ടിരുന്നു. എന്നെ കുറേ പറഞ്ഞു നാളെ ഇവിടെ കുത്തിയിരിക്കും. കുറെ ചീത്ത വിളിച്ചിട്ട് ഇവരോടെ പോവാ പ്രാക്ടീസ് ചെയ്യട്ടോ. ഫുഡ് ചേട്ടാൻ വലിച്ച് കീറി മുട്ടെടുത്തൊരു വീഡിയോ എടുക്കുമായിരുന്നു. മുട്ടൊന്നും ഇല്ലായിരുന്നത് ഇതൊക്കെ കട്ടിട്ട് വിചാരിക്കില്ല ഇത്ര അവസ്ഥയിൽ എന്തിനാ വീഡിയോ എടുക്കുന്നതെന്ന്. ഇവർ ഇതിൻ്റെ അപ്പുറം നാടകമായിട്ട് വരും, എനിക്കറിയാം. ഇതിൻ്റെ അപ്പുറം നാടകമായിട്ട് അവർ വരും. എനിക്കൊരു തെളിവ് എനിക്ക് വേറെ ഇല്ല. നിങ്ങളെല്ലാവരും പറയും ലാസ്റ്റ് വേറെ രീതിയിൽ ഇത് വേക്കാൻ എനിക്ക്. അവരൊന്നിച്ച അവർ 3 പേര് ഒന്നിച്ച അവർ 3 പേര് ചേർന്ന് എന്ത് വേണമെങ്കിലും പറയും, എനിക്കറിയത്തില്ല. എൻ്റെ സെൽഫ് എൻ്റെ അവസ്ഥ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുത്തത്. ഇതെനിക്ക് കണ്ടന്റ് ആക്കരുത്, എനിക്ക് എന്ത് ആക്കരുത്. അത്രയും സഹിച്ച് പോട്ടെ എന്ന് ചോദിച്ചില്ല ഈ ഒരു സ്റ്റേജ് വരെത്തിയത്. കൊച്ചുവിനെ സ്നേഹിക്കുന്നവർ ഈ ലോകത്തിൽ ആരെയും സ്നേഹിക്കുന്നില്ല. ഈ ഒരു അവസ്ഥയെ പോലെ എന്നെ കയറിയതിൻ്റെ 100 മടങ്ങ് അവനെ കയറിയത്. അവൻ എന്ത് പറഞ്ഞാലും അവനെ തിരിച്ചൊരക്ഷരം പറയത്തില്ല. അവൻ ഈ പറയും വീട്ടിൽ അവൻ എന്ത് പറഞ്ഞാലും അറിയില്ല. അവൻ ഭയങ്കര പറ്റിക്കുക രണ്ടുപേരെ. ഞാൻ അവനോട് പറഞ്ഞു നീ അച്ഛനും അമ്മയും പൊട്ടനായിക്കുക, എന്നെ പൊട്ടനാക്കട്ടെ. പക്ഷെ ഒരു ദിവസം തിരിച്ചറിയും അത്, ഒരു ദിവസം സീരിയസ് ആയിട്ട്. ഇപ്പം അവരുടെ ആഗ്രഹം പോലെ തന്നെ സാധിച്ചില്ലേ, ഇറക്കിയിടില്ല, ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ. ഡ്രസ്സൊക്കെ എടുക്കാൻ വന്നപ്പോൾ ഞാൻ ഇത് കാണുന്നത് ഫോട്ടോകൾ തിരിച്ച് വെച്ചേക്കുന്നത്. അത്രയ്ക്ക് വെറുപ്പും ദേഷ്യം. നിങ്ങൾ തന്നെ കണ്ടത് ആ ഇൻസ്റ്റാഗ്രാമിൽ ഏട്ടനും കൂടെ നിൽക്കുന്ന പിന്നെ മാറ്റി ഹൈലൈറ്റ്, നമ്മൾ 3 പേരോടുള്ള ഹൈലൈറ്റ് എല്ലാം മാറ്റി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ നോക്കി പോകുന്നത് ഫോട്ടോ 3 പേരോടുള്ളത് 2 പേരുള്ളത് മാത്രം വെച്ചിട്ട് 3 പേരുള്ളതും ഏട്ടൻ്റെതും അവൻ്റെതും ഒക്കെ തിരിച്ച് വെച്ചേക്കുന്നു. അത്രയ്ക്ക് ദേഷ്യം വരിക. താഴെ സെറ്റിലൊരു ചപ്പാത്തി പോലെ ഇരിക്കുന്നു, തലയടിച്ച് പുള്ളിക്ക് എടുത്തിരിക്കുക. സംസാരിക്കാൻ വയ്യ, അത്രയ്ക്ക് വെറുപ്പും ദേഷ്യം. അന്നൊരു ദിവസം വഴക്കിട്ടപ്പോഴാണ് ആ ഭിത്തിയിൽ വെച്ചിരുന്ന നമ്മുടെ മാധവരോടുള്ള ഫോട്ടോ അതെല്ലാം അവൻ എടുത്ത് അന്നേ അവൻ തല്ലിപ്പൊട്ടിച്ച്. അന്ന് എത്ര വട്ടം പ്രശ്നം ഉണ്ടാക്കി. അന്ന് കുടിച്ചിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കി. അതുകൊണ്ട് അച്ഛനും അമ്മയൊന്നും മിണ്ടിയില്ല. ഞാൻ ഏട്ടനെ റൂമിൽ ലോക്ക് ചെയ്തിട്ട് ഇറക്കാതെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു. കൂടെ ഓരോന്നെറിഞ്ഞു പൊട്ടിക്കും. പേടിക്കും. ഓർക്കപ്പുറത്തായതുകൊണ്ട് എങ്ങനെ ഞെട്ടി പേടിക്കുമെന്നറിയോ. ഇവിടെ വന്നിട്ടായിരിക്കും ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നത്. അന്ന് കുടിച്ചിട്ട് വന്നിട്ട് അത്രയും കാണിച്ചത്. അവിടെ ഇരുന്ന സാധനങ്ങൾ എന്തൊക്കെയോ എടുത്തെറിഞ്ഞ് ഒരു ട്രൈപ്പോഡ് എറിഞ്ഞ് പൊട്ടിച്ച്. എന്തൊക്കെ എടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. കുഞ്ഞിന് വേണ്ടി പാക്ക് ചെയ്ത് വെച്ചതുണ്ട്.
അല്ലാതെ നമ്മുടെ ഡ്രസ്സൊക്കെ എത്രയും എടുക്കും. ഒരു മണിക്കൂറായി വണ്ടി കിടക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. നമ്മൾ സ്റ്റേഷന് മുമ്പിൽ വണ്ടി ഇട്ടിട്ട് 1 മണിക്കൂറാവുന്നു. പക്ഷേ അച്ഛനും അമ്മ എത്രയായാലും അച്ഛനും അമ്മയല്ലേ കേസ്, മനസ്സും വരുന്നില്ല. ഇത്രയൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ അവന്റെ മനസ്സ് വേദനിപ്പിച്ച് അവനെ ശാരീരികമായും മാനസികമായും അവന്റെ ഉള്ളിന്റെ വേദനയെ തിരിച്ചറിയാൻ പോലും അറിയാത്ത കുറെ കുടുംബങ്ങൾ എന്ന പേര് മാത്രം ഇട്ടുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അവരെല്ലാം റെസ്പെക്ട്ഫുൾ എന്ന് പറയുന്ന ഒരു പേര് കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ്. പക്ഷേ ആ ഒരു പേരിനും ഒരു യാഥാർത്ഥ്യം വേണം. അർത്ഥമില്ലായ്മ എന്ന് പറയും അതിനെ. ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ പലതിൻ്റെയും സത്യത്തെ തിരിച്ചറിയാൻ മടിക്കുന്നവരാണ്. പക്ഷേ സത്യം എന്നത് ഒരു വാചകം തന്നെയാണ്. ആ ഒരു വിശ്വാസത്തിലൂടെ ജീവിക്കുന്ന നമ്മളൊക്കെ യൂട്യൂബറാണ്. പക്ഷെ സോഷ്യൽ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള നൂലാമാലകളെ അവരെ ക്ലിയറായി ഇത്തരത്തിലുള്ളവർക്ക് ചെറിയൊരു മോട്ടിവേറ്റഡ് എങ്കിലുമാക്കാൻ നമുക്ക് പറ്റും എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വിവാദം പറഞ്ഞുകൊണ്ടും അലിഗേഷൻ പറഞ്ഞുകൊണ്ടും ഈ ഒരു ഇഷ്യൂവിന് പരിഹാരം കാണാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് മാറ്റർ. ഇത് സോഷ്യൽ മീഡിയ മാറ്റർ അല്ല. ഇതൊരു കുടുംബത്തിന്റെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബ വിഘ്നത്തിന്റെ ഒരു പൊളിഞ്ഞ അധ്യായമായി മാറുകയാണിത്. കാരണം ഈ ഒരു കുടുംബം ശിഥിലമായിരിക്കുകയാണ്. പക്ഷെ ഈ കുടുംബം വീണ്ടും ഒന്നിക്കണമെന്നോ എന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് ഇങ്ങനെയാണ്. ഈ ഒരു സർവൈവൽ മൂവ്മെന്റിൽ ഈ കുടുംബം ഇനി എങ്ങോട്ട് പോകും എന്ന് നമുക്കറിയാം. ഏത് രീതിയിലാണ് ഇവരുടെ ഇനിയുള്ള ജീവിതങ്ങൾ എത്തുക? ഇവർ ആ സർവൈവലിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഒരു കുഞ്ഞുമായി വേറൊരു വീട്ടിൽ ജീവിക്കുകയാണ്. പക്ഷേ ഇവർ ഇനി ആ വീട്ടിലേക്ക് തിരികെ ഏത് കാലഘട്ടത്തിലും തിരിച്ചു പോകണം എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അത് അവരുടെ ഇഷ്ടം. പക്ഷേ ഈ അച്ഛനമ്മമാർ പറഞ്ഞ ന്യായീകരണമായി വന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ കാണുമ്പോൾ നമുക്കൊരിക്കലും ഒരു റെസ്പെക്ട് പാരന്റ്സ് എന്ന പേര് ഇവരെ വിളിക്കാൻ പറ്റില്ല. ഈ പ്രവീണാണ് ഈ യൂട്യൂബിൽ എല്ലാ സാഹചര്യവും ഉണ്ടാക്കി കൊടുത്ത് അനിയനെ ഇത്രയും വളർത്തിയിട്ടും ഒരു അനിയൻ ഏട്ടനോട് കാണിക്കുന്ന ആ ഒരു പക്വതയില്ലാത്ത പെരുമാറ്റം അവന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നത് സോഷ്യൽ ഇമ്പാക്റ്റ് തന്നെയാണ്. ഇതിനെല്ലാം ആ മൃദുല എന്ന് പറയുന്ന പെൺകുട്ടി ആ ഇമ്പാക്റ്റിൽ ഇടപെട്ടു. ദേഹ ആശ്വാസവും പോലും ഇല്ലാതെ അവരെ ആ വീട്ടിൽ നിറക്കി വിടുകയും ചെയ്തപ്പോൾ അത് ഡൊമസ്റ്റിക് വയലൻസിന്റെ അപ്പുറയും അതെത്തിയെന്നത് ചിന്തിക്കാത്ത പേരൻസ് ഇനി സങ്കടം പറഞ്ഞുകൊണ്ടും കമന്റ്സിനെ തെറി വിളിച്ചുകൊണ്ടും അവരെ കാണുമ്പോൾ നമുക്ക് പുച്ഛമാണ് എന്ന് പറഞ്ഞുകൊണ്ടും അവർ ചോദിക്കും. ഇത്തരത്തിലുള്ള വയലൻസ് കാണുമ്പോൾ അവരുടെ കണ്ണുകളോ അവരുടെ വാക്കുകൾക്കോ ഒരു നിമിഷം പോലും നിൽക്കില്ല എന്നതാണ്. ഈ പെൺകുട്ടിയുടെയും ഈ ചെക്കന്റെയും എന്തൊരവസ്ഥയായിരിക്കും ലോകത്തിലുണ്ടാകുമോ? ഇത്രയും നാണം കെട്ടൊരു ജീവിതം. ഇത് സോഷ്യൽ മീഡിയയുടെയോ യൂട്യൂബുകാരുടെയോ കുറ്റമല്ല. ഇത് ക്യാമറ എന്ന് പറയുന്നത് ഒരു റിയലാണ്. ആ റിയലിനും ഉള്ളിൽ ഒരു റിയാലിറ്റി ഉണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് നല്ലത്. ആ പെൺകുട്ടിയും ഈ പ്രവീൺ എന്ന പയ്യൻ പറയുന്നതും നമ്മൾ ഇതിൽ ക്ലിപ്പിടുന്നുണ്ട്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇങ്ങനെയുമുണ്ട് ഒരു ഫാമിലി എന്ന് ചിന്തിച്ചു പോകും. വളരെ വളരെ കഷ്ടപ്പാട് അനുഭവിച്ചു ആ പയ്യൻ. ആ വീട്ടിൽ നിന്ന് എത്രത്തോളം കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടോ അതിനും എക്സ്ട്രീംലി ആ പയ്യൻ ആ ഒരു കുടുംബത്തിൽ നിന്ന് നമ്മളെയൊക്കെ ഒരുപാട് വിറ്റ് തിന്നവരുണ്ട്, വിറ്റ് ജീവിക്കുന്നവരുണ്ട്. അത് നമ്മൾ കാണുന്നില്ല, കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ. അവരുടെ സൗകര്യത്തിന്, അവരുടെ ഫാമിലി ഇമ്പോർട്ടൻസിന്, അവരുടെ മാത്രം ആവശ്യങ്ങൾക്കും വേണ്ടി ഇങ്ങോട്ട് വരുന്നവരും നമ്മുടെ കാര്യങ്ങൾക്ക് കൈ മലർത്തുന്ന കുടുംബങ്ങളുമുണ്ട്. ഇല്ല എന്നല്ല. ലോകത്തെ ഈ ഭൂമിയിൽ, ഈ രാജ്യത്ത്, ആഗോളകരയിൽ
ഉണ്ട് എന്നല്ലാതെ ഇല്ല എന്നൊരു വാക്കിന് പ്രശസ്തിയില്ല. കാരണം ഒരു സാധാരണക്കാരന്റെ ജീവിതം യാതൊരു വിലയുമില്ലാതാകുന്നത് അങ്ങനെയാണ്. സമൂഹത്ത് ജീവിക്കണമെങ്കിൽ, സമാധാനമായി ജീവിക്കണമെങ്കിൽ, ഇഷ്ടപ്പെട്ട് ജീവിക്കണമെങ്കിൽ അവനിവിടെ ഒരു കുടുംബമുണ്ടെങ്കിൽ ആ കുടുംബം തന്നെ തുണയായില്ലെങ്കിൽ, അവൻ കുടുംബത്തെ മറക്കണമെങ്കിൽ, ആ കുടുംബം അവനെ വലിച്ചെറിയുകയാണെങ്കിൽ അതെല്ലാം അവന് മനസ്സിലാകും എന്നത് നിങ്ങളൊരു യാഥാർത്ഥ്യത്തിൽ മനസ്സിലാക്കണം. ഒരു പാരന്റ്സ് ആകുമ്പോൾ, ഒരു ഫാമിലി ആകുമ്പോൾ, ഒരു കൂട്ടുകുടുംബമാകുമ്പോൾ സമൂഹത്തിൽ നടക്കുന്നതും എല്ലാം രഹസ്യങ്ങളായും പരസ്യങ്ങളായും ജീവിക്കുന്നവരാണെങ്കിലും അവരുടെ ധാർഷ്ട്യത്തിനും അവരുടെ പണത്തിന്റെ ഹുങ്കും മാത്രം നോക്കിയാൽ പോരാ. സമൂഹത്ത് എന്തൊക്കെ രീതിയിൽ ജീവിക്കുന്നു, ഏതൊക്കെ പരാജയത്തിൽ ജീവിച്ചു പോകുന്നു, ഏതൊക്കെ ഫീൽഡിൽ ജീവിക്കുന്നു എന്നൊക്കെ അറിയുമ്പോഴും സമൂഹത്ത് വിദ്യാഭ്യാസം കൊണ്ട് മാത്രം നിലനിൽക്കുന്നതല്ല ഈ ലോകം. മാനുഷിക പരിഗണനയില്ലാത്ത ഒരു സമൂഹത്ത് ജീവിക്കുന്ന നമ്മുടെ സ്വന്തം ഇന്ത്യ ഈ ഇത്രയ്ക്ക് ദുർഗന്ധം പിടിച്ച നാടാണോ എന്ന് പോലും ചിന്തിക്കേണ്ടി വരുന്നു. കാരണം ഇതൊന്നും ആരും പഠിക്കരുത്. ഇത് ഒരു പഠനമാക്കുക. ഇങ്ങനെയുള്ളൊരു ജീവിതം നമ്മളിനി മുന്നോട്ട് കൊണ്ടുപോകരുത്. സമൂഹത്ത് നെറേറ്ററായി ജീവിക്കുന്നവരുണ്ട്. പല ഓൾഡ് ജനറേഷൻസ് പറയും അത് ചെയ്യണം, ഇത് ചെയ്യണം, നമ്മൾക്ക് ഇവൻ ഭാരമാണ്. അങ്ങനെ പറയരുത്. നമ്മുടെ പുണ്യമാണ് നമ്മുടെ മക്കൾ. അങ്ങനെ ചിന്തിക്കണം. നമ്മുടെ സ്വന്തമാണ് അവരെ ഒരിക്കലും അകറ്റാനോ അവരുടെ കാര്യം പറഞ്ഞ് ഒരു പ്രാവശ്യം പോലും അവരെ നോവിക്കാനോ പാടില്ലാത്തൊരു സന്ദർഭങ്ങളുണ്ട്. തെറ്റുകൾ അവരുടെ ഭാഗത്തും ഉണ്ടാവാം, ശരികൾ എല്ലാവരുടെയും ഭാഗത്തല്ലല്ലോ. പല കാരണങ്ങൾ, പല ഇഷ്യൂസുകൾ, പല മെന്റലി പവർ, അതൊക്കെ മനുഷ്യനുള്ളതാണ്. ആ ഒരു സമയത്ത് അവരെ കളിയാക്കിക്കൊണ്ടും അവരെ ഇഷ്ടപ്പെടാതെയും അവരെ അകറ്റി നിർത്തിയും അവരെ വീട്ടിൽ നിന്ന് പുറത്തടിച്ചും നിങ്ങൾ കാണിക്കുന്ന ഈ ശൗര്യമുണ്ടല്ലോ, ഇത് ഒരു ആയുസ്സിന് ചേർന്ന ആവശ്യമല്ല. മനുഷ്യനാണ്, ഹ്യൂമനാണ്. അവനെ വില വെക്കാതെ ജീവിക്കുന്നവരാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. ഈ പാരന്റ്സും ഈ അനിയനും ഒരു അമ്മയും അച്ഛനും ചെയ്യേണ്ട കാര്യമാണോ ഇത്? ഒരു കുടുംബത്തിന്റെ അകത്ത് ഇത്രയും ഡൊമസ്റ്റിക് വയലൻസ് കാണിച്ചിട്ടും അവർ ന്യായീകരിക്കുന്ന ഒരു വീഡിയോ ഇട്ടുകൊണ്ട് ഷൈൻ ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? സമൂഹത്തിൽ എന്ത് നിലയും വിലയുമുണ്ടവർക്ക് ഇത്തരത്തിലും ട്രോളാനും അതിനുവേണ്ടി മാത്രം ഒരു സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുകയാണ്. മക്കളെ താഴ്ത്തിക്കെട്ടിയും അവർക്ക് ഉയരാനും വേണ്ടി അവർ കാണിക്കുന്ന നാടകത്തിന്റെ മറ്റൊരു തിരശ്ശീലയിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ വേദനയാണ് സമൂഹത്തിന്. ഇത്രയും ഇങ്ങനെയുമുണ്ടോ മനുഷ്യർ എന്ന് ചിന്തിച്ചു പോകുന്ന പാവങ്ങളുടെ കണ്ണുനീരാണ് നിങ്ങൾക്ക്. ആ ഒരു കണ്ണുനീര് നിങ്ങൾ കാണണം. സമൂഹത്ത് എത്ര പേർ മക്കളില്ലാതെ വേദനിക്കുന്നു. ആ കാഴ്ചപ്പാടിലേക്ക് നിങ്ങൾ പോകണം. സമൂഹത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ജീവിക്കുന്നു, എന്തൊക്കെ മാനസികാവസ്ഥകൾ, എന്തൊക്കെ ഇഷ്യൂസ്, ആ ഇഷ്യൂസൊക്കെ പരിഹരിക്കണമെങ്കിൽ എത്ര കാര്യങ്ങൾ കൊണ്ട് ആവണം. ഇത് റിയാലിറ്റിയിൽ ഒരിക്കലും കൊണ്ട് നടക്കാൻ പറ്റാത്തൊരു ഇഷ്യൂ ആണ്. മക്കളെ അടിക്കുക, ചാമ്പലാക്കുക, അവനവന്റെ രോഷം കളയുക, അവന്റെ ഇഷ്ടത്തിന് വഴങ്ങിയില്ലെങ്കിൽ നീ ഇത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് നിന്റെ ഇഷ്ടം എനിക്കാവശ്യമില്ല, എന്റെ ഇഷ്ടം നടക്കണമെന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഭരണരീതി, ഭരണ സംസ്കാര കളി, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഇത് കുടുംബമാണ്. ഈ ഒരു കുടുംബത്തിൽ എന്തൊക്കെ ചെയ്യണമെന്നത് സെൽഫ് ഇൻട്രൊഡക്ഷനാണ്. നിങ്ങളുടെ സെൽഫിഷ് അല്ല ഇവിടെ കാണിക്കേണ്ടത്. നിങ്ങളുടെ റിയാലിറ്റിയിൽ നിങ്ങൾ ജീവിക്കുന്നു എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സമൂഹത്ത് നടക്കുന്ന കാര്യങ്ങളും ഇത് കണ്ട് ജീവിക്കുന്നവരല്ല എല്ലാവരും. എല്ലാവർക്കും ബുദ്ധിയുണ്ട്, വിവരമുണ്ട്, വിവേകവുമുണ്ട്. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കി ജീവിക്കാൻ ഒരു മനുഷ്യനാവില്ല എന്നത് പരമസത്യമാണ്. ഇതുകൊണ്ട് തന്നെയാണ് മലയാളികൾ നന്നാവില്ല, മലയാളികളെ പോലുള്ള മറ്റൊരു നാടുണ്ടോ എന്ന് ചിന്തിക്കുമെങ്കിലും മലയാളിയുടെ പ്രശ്നം തന്നെ ഇത്തരത്തിലുള്ളതാണ്. സ്വന്തം കുടുംബത്തെ, സ്വന്തം ജീവിതത്തെ തച്ചൊടിക്കാനും തകർക്കാനും അതിനെ എളുപ്പവഴിയിൽ ഇല്ലായ്മ ചെയ്യാനും ഇത്തരത്തിലുള്ള
ഇഷ്യൂസ്, ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? എല്ലാം സോഷ്യൽ മീഡിയയുടെ തലപ്പത്തും എല്ലാം യൂട്യൂബിന്റെ തലപ്പത്തും വെക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. കാരണം സമൂഹത്തിൽ എന്ത് നടക്കുമ്പോഴും ആ കാഴ്ചകളുടെ കണ്ണികളാണ് നമ്മളെ കാഴ്ചയിൽ കൊണ്ടെത്തിക്കുന്നതും അതും ഒരു കർമ്മ തന്നെയാണ്. ഈ ഒരു കർമ്മഫലം അവർ അനുഭവിക്കും. ഏത് വിധത്തിലായാലും ഈ ഒരു വേദന അവർ അറിയുന്നുണ്ടാവും. സമൂഹത്ത് മനുഷ്യൻ എന്ന് പറയുന്ന ഹ്യൂമനിനെ പ്രത്യേകമായി സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് എത്തിക്കണമെങ്കിൽ അതിനും ഒരു നിയോഗമുണ്ട്. ആ നിയോഗം തിരിച്ചറിയുന്നതിന് മുമ്പ് ആ പ്രശ്നത്തിന്റെ പരിഹാരത്തെ അവർ അറിഞ്ഞിരിക്കും. പക്ഷേ അതവർക്കൊട്ടും പെട്ടെന്ന് ഒഴിവാക്കാനോ പെട്ടെന്ന് ആ പ്രശ്നത്തെ പരിഹാരം കണ്ടെത്താനോ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം ഈ പ്രവീൺ എന്ന് പറയുന്ന പയ്യന്റെ മാനസിക ആവശ്യമാണ് നിങ്ങൾ നടത്തിക്കൊടുക്കേണ്ടത്. അവനാണ് ആരുമില്ലാതാകുന്നത്. അവൻ ഉണ്ടാക്കിയ സമ്പത്തിൽ നിന്നാണ് നിങ്ങൾ ജീവിച്ചു പോകുന്നത്. അവനൊരു യൂട്യൂബറാണ്, അവനൊരു വ്ളോഗറാണ്. പക്ഷേ അവൻ ജീവിക്കുന്നതും പ്രൊഫഷണൽ തന്നെയാണ്. പല അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്, അകറ്റി നിർത്തുന്നവർ, അകറ്റി ജീവിക്കുന്നവർ. നീ നന്നാവില്ല എന്ന് പറഞ്ഞാൽ തന്നെ അത് എത്ര മോശമായ ഒരു വികാരമാണ്. ആ ഒരു വികാരത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യർക്കും അവന്റെ റെസ്പെക്റ്റ് ഇല്ലാതാവും, അവന്മാരോടുള്ള ബഹുമാനം പോകും എന്നത് സത്യമാണ്. ഈ നാട്ടിൽ, ഈ ലോകത്ത്, ഈ ജനങ്ങൾക്ക് സത്യമല്ലാതെ മറ്റൊരു കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ട കാര്യമില്ല. റിയാലിറ്റി കാണുമ്പോൾ അത് മനസ്സിലാക്കിക്കൊള്ളുക. ഇത് റിയാലിറ്റി ഇഷ്യൂ ആണ്. പ്രവീണിന്റെ ഹെയ്റ്റേഴ്സും പ്രണവിന്റെ ഹെയ്റ്റേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ തട്ടിക്കുന്നത് പോലെ ഇങ്ങനെ തട്ടിക്കളിച്ചും കൊണ്ടും ഇത് ഒരു മാച്ചാക്കി കാണിക്കാനുള്ള സന്ദർഭമുണ്ടാക്കുകയാണ്. ബൗണ്ടറിക്ക് പുറത്തിരുന്നു കൊണ്ട് കളിക്കാർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, സമൂഹത്തിന്റെ കാഴ്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ഇത് പബ്ലിക് ഇഷ്യൂ തന്നെയാണ്. ബട്ട് ഇത് ആവർത്തന വിരസതയായി മാറുന്നു എന്നതാണ് എനിക്ക് ആവശ്യം. കാരണം ഇത് കാണാനും കേൾക്കാനും മനുഷ്യരെന്ന് പറയുന്ന വ്യക്തികൾക്ക് സഹനമുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. സഹിക്കുകയാണ് മനുഷ്യൻ. സഹിച്ച് നെല്ലിപ്പല കാണുക എന്ന് പറയുന്ന അവസ്ഥയിൽ മനുഷ്യനെ രണ്ട് വിഭാഗമായി, ഒരാളെ അകറ്റി നിർത്തിയും ഒരാളെ കൂട്ടുനിർത്തിയും ഒക്കെ ജീവിക്കുന്ന ഈ ഒരു സമൂഹത്ത് നമ്മുടെ കുടുംബത്തിലും ഇല്ല എന്നല്ല, അത്തരക്കാർ ഉണ്ടാവാൻ പാടില്ല. അത്തരക്കാരുടെ മനസ്സിലെ ദുഷ്ടമായ മനസ്സിനെ ഒഴിവാക്കുക. അവർ എത്ര ന്യായീകരിച്ചാലും അതൊരു ന്യായീകരണം മാത്രമേ ആവുന്നുള്ളൂ, അതൊരു സൊല്യൂഷൻ അല്ല എന്നത് ഈ അച്ഛനും അമ്മമാരും മക്കളുടെ കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് ആ ഒരു തോട്ട്സ് ഉണ്ടാവും. അവരെ അകറ്റുന്ന ആ ഒരു തോട്ട്സിന്റെ പേരിൽ, ഈഗോ ക്ലാഷിന്റെ പേരിൽ വലിയൊരു കുടുംബ പ്രശ്നമാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടം? ബൈ ഫോർ എവർ.